ഇളം തെന്നൽ തലോടുമ്പോൾ അവനുറങ്ങുന്നു. തിരക്കൈകൾ തൊടും നേരം കൈയുറങ്ങുന്നു. കളിക്കാൻ ഞാൻ വരില്ലെന്നു കുറുമ്പാൽ കണ്ണടച്ചും കൊണ്ടുടൽ പൂഴ്ത്തി കടൽ പായിൽ ചായുറങ്ങുന്നു. മണൽ കരിഞ്ഞു പറക്കും നെന്ത്രക്കാക്ക മലർന്നു പറക്കുന്നു. താഴെ തൊടിയിൽ തല കീറിച്ചുടു ചോരയൊലിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്. സിറാജ് ലൈവിലേക്ക് സ്വാഗതം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 5 ദിവസമായി നമ്മുടെ തിരുവനന്തപുരത്ത് അനന്തപുരിയെ സർഗാത്മകമാക്കിക്കൊണ്ടാണ് കലോത്സവം അവസാനിക്കുന്നത്. ഈ സമയത്ത് നമ്മളോടൊപ്പം ചേരുകയാണ് പ്രമുഖ കവി മുരുകൻ കട്ടക്കട. സ്വാഗതം സാർ. എങ്ങനെ ഉണ്ടായിരുന്നു തവണ കലോത്സവം? ഗംഭീരം, വളരെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ കലോത്സവം. ഇതുവരെ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റു കാര്യങ്ങളോ വന്നില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ. അതുകൊണ്ട് വളരെ ഗംഭീരമായ സംഘാടനം, നല്ല സംഘാടനത്തിൽ കുട്ടികൾ സന്തോഷമായിട്ട് പങ്കെടുക്കുകയും അവരവരുടെ അർഹിക്കുന്ന തരത്തിലുള്ള പ്രതിഭ തെളിയിക്കുകയും അതെല്ലാം അംഗീകരിക്കപ്പെടുകയും ചെയ്ത തരത്തിലുള്ള വിശാലമായ കലോത്സവം. നമ്മുടെ കുട്ടികളുടെ രചനാ മത്സരങ്ങളൊക്കെ വിലയിരുത്താൻ ചാൻസ് കിട്ടിയിരുന്നു? ഇല്ല, രചനാ മത്സരങ്ങളുടെ ഒരു അത് വിലയിരുത്താനുള്ള സാഹചര്യം കിട്ടിയില്ല. പിന്നെ താരതമ്യേന അത്ര ഗംഭീരം എന്ന് പറയാൻ കഴിയില്ല എന്ന അഭിപ്രായങ്ങൾ കേട്ടു. രചനയുടെ കാര്യത്തിൽ അങ്ങനെ പ്രോബ്ലം ഉണ്ടല്ലോ. ഈ ഇൻസ്റ്റന്റ് ആയിട്ട് ആ നിമിഷം ഒരു വിഷയം കൊടുക്കുമ്പോൾ ആ വിഷയത്തിൽ എഴുതുക എന്ന് പറയുന്നതല്ലല്ലോ അതൊരു വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണ്. സർഗാത്മകമായ രചന എന്ന് പറയുന്നത് നൈസർഗികമായി സംഭവിക്കേണ്ട കാര്യമായതുകൊണ്ട് നമ്മൾ യുവജനോത്സവത്തിലേക്ക് ആ കാര്യത്തെ ഒതുക്കുമ്പോൾ ഉള്ള പരിമിതികളുണ്ട്. പക്ഷെ എങ്കിലും അതിനകത്ത് നിന്ന് പ്രതിഭകളെ കണ്ടെത്താൻ കഴിയും. ഒരു പക്ഷേ സാഹിത്യത്തിന് കലാമേഖലയിൽ കലാവേദികളിൽ സാഹിത്യത്തിന് കിട്ടുന്ന ഒരു അവസരം എന്ന നിലയിൽ രചനാ മത്സരങ്ങൾ നിലനിർത്തുക തന്നെ വേണം. പക്ഷെ അതിന് ഈ പരിമിതിയുണ്ട്. പരിമിതികൾ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവും. അത് നിലനിർത്തണം. എങ്ങനെ ഇപ്പൊ പുതിയ കാലത്ത് കവിതാരംഗത്ത് കവിതാരചനയിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അത് നല്ലതാണ്, പോസിറ്റീവാണ്. കാരണം എന്നറിയാം, കവിത പല വൈവിധ്യങ്ങളിലൂടെ കവിത പോകണം, എന്നാലേ അതിന് സൗന്ദര്യം ഉണ്ടാവും. അപ്പോൾ പുതിയ കുഞ്ഞുങ്ങൾ പുതിയ രീതിയിൽ ചിന്തിക്കുകയും അവർ ആ പുതിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയൊക്കെ വേണം. കാലാനുസൃതമായി എല്ലാത്തിലും മാറ്റം വരണം. നമ്മുടെ ഭാഷയിൽ തന്നെ കാലാനുസൃതമായി ഒരുപാട് മാറ്റം വരണം. ഇപ്പോൾ 1980കളിൽ പ്രയോഗിച്ചിരുന്ന ഒരുപാട് വാക്കുകൾ, പ്രയോഗങ്ങൾ, അതൊന്നും ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പ്രയോഗിച്ചാൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ എന്നാൽ ഇപ്പോഴത്തെ പുതിയ പ്രയോഗങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. പുതിയ മാറിയ കമ്പോള വർത്തമാന കാലത്ത് ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ പദങ്ങൾ വന്നിട്ടുണ്ട്. പദങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് പല ഭാഷകളുടെ സ്വാധീനം വന്നിട്ടുണ്ട്. ഭാഷകളല്ലാതെ തന്നെ ജീവിത സാഹചര്യങ്ങളുടെ സ്വാധീനം കൊണ്ട് പുതിയ വാക്കുകൾ വന്നിട്ടുണ്ട്, പുതിയ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ മാറ്റങ്ങളെല്ലാം എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്ന പോലെ കവിത ഉൾക്കൊള്ളണം. പരീക്ഷണങ്ങളെല്ലാം നല്ലതാണ്. അതെ. ഇപ്പം ഈ പുതിയ കാലത്തെ കവിത എഴുത്തുകാരോട് എന്താണ് പറയുന്നത്? അപ്പൊ അതിപ്പോ കവിത എഴുത്തിന് ഒരു ചിട്ടവട്ടങ്ങളും നമ്മൾ മാപ്പിളപ്പാട്ട് പറയുമ്പോൾ ഒരു പ്രാസം ഒക്കെ പറയുന്ന പോലെ ഈ കവിതക്കാൻ ഒരു സ്ട്രക്ചേർഡ് രീതി ഉണ്ടോ? അതൊന്നുമില്ല. അതോ നമ്മുടെ ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കണം. പക്ഷെ കവിത ഒഴുകുന്നതായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ മാത്രം അഭിപ്രായം. കവിതയ്ക്ക് ഒരു കവിത, നമ്മുടെ മലയാള കവിത ഒരു ആലാപനത്തിന്റെ ഒരു ശരീരമുണ്ട്. ഒരു ആലാപന ശരീരമുള്ള കവിതയാണ് മലയാള ഭാഷയിലെ നമ്മുടെ കവിതകൾ. ആ ഒരു ട്രെൻഡ് അങ്ങനെ ഉണ്ട്. പക്ഷെ എങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നും പിടിക്കാൻ പാടില്ല. പക്ഷെ ആലാപനം എന്ന് പറയുന്നത് പഴയ പഴഞ്ചനാണെന്നും അത് പാടില്ല എന്നൊക്കെ പറയുന്ന മൗലികവാദങ്ങൾ ആധുനിക കാലത്തുണ്ടാകും. ആലാപന സൗന്ദര്യം കിട്ടണമെങ്കിൽ അതിനായ പ്രാസം കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അങ്ങനെയുള്ള മൗലികവാദങ്ങൾ ഒരിക്കലും ആരും അംഗീകരിക്കാൻ പാടില്ല. ആലാപന സുന്ദരമായ കവിതകൾ ഉണ്ടാവുക തന്നെ വേണം. അത് ജനങ്ങളുടെ ഹൃദയത്തിലൂടെ ഒഴുകുക തന്നെ വേണം. ഒപ്പം തന്നെ ബുദ്ധി കൊണ്ട് വ്യവഹരിക്കപ്പെടേണ്ട കവിതകൾ. നമ്മളിപ്പം കവിതകൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കുക. ഹൃദയം കൊണ്ട് കവിത ആസ്വദിക്കാം, ബ്രെയിൻ കൊണ്ടും ആസ്വദിക്കാം. ചില ആളുകൾക്ക് താല്പര്യം ഈ ബ്രെയിൻ കൊണ്ട് ആസ്വദിക്കുന്ന കവിതകളാണ്. അതും വേണം, പക്ഷെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ അനുഭവങ്ങളെ നമ്മൾ സ്പർശിച്ചു പോകുന്ന
നമ്മുടെ ഇമോഷനുകളെ ആർദ്രമാക്കുന്ന കവിതകൾ ഉണ്ടാവണം. അതാണ് ഒരു പ്രത്യേകത. ഈ മുരുകേട്ടന്റെ കവിതകളുടെ ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും കണ്ടത് ആലാപന സൗന്ദര്യം അതിനൊരു ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ട്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ കാര്യത്തിലാണ് SSF സാഹിത്യോത്സവ വേദികളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ആ കവിതകളിൽ കേൾക്കുന്നതാണ്. അപ്പൊ അതിൽ നമുക്ക് ഒരു ചെറിയൊരു കവിത നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ആലാപനം ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ആലാപനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ 2 ധാരകളിലുള്ളതിൽ ഒരു ധാരയോടാണ് കുറച്ച് കൂടുതൽ പ്രതിപത്തി എനിക്കുള്ളത്. അപ്പം പല കവിതകളെയും ഞാൻ എൻ്റെ ചൊല്ലലുകൊണ്ടും കൂടെ ആളുകളുടെ എത്തിക്കാൻ. സിറിയയിൽ മരണപ്പെട്ട് കിടക്കുന്ന ഈ കടൽ തീരത്ത് കിടക്കുന്ന അയലൻ കുർദി എന്ന് പറയുന്ന 3 വയസ്സുകാരൻ കുട്ടിയുടെ മൃതശരീരം ഉറങ്ങുന്നത് പോലെ കിടക്കുന്നു. അത് ആ കാഴ്ച ഞാൻ എൻ്റെ ഒരു അയലൻ കുർദി എന്ന് എന്ന പേരിലൊരു കവിതയുണ്ട്. ഇളം തെന്നൽ തലോടുമ്പോൾ അവനുറങ്ങുന്നു, തിരക്കൈകൾ തൊടും നേരം കൈയുറങ്ങുന്നു, കളിക്കാൻ ഞാൻ വരില്ലെന്നു കുറുമ്പാൽ കണ്ണടച്ചും കൊണ്ടുടൽ പൂഴ്ത്തി കടൽ പായിൽ ചായുറങ്ങുന്നു. മകനെ പൊന്മകനെ എന്നകം തട്ടി കരഞ്ഞമ്മ, കടൽ താഴെ പരൽ മീനോ പകച്ചോടുന്നു. ലിപിയായിൽ സിറിയായിൽ ഗാസയിൽ ഗാന്ധാര ഭൂവിൽ എവിടെ നിന്റെ കൂട്ടുകാരും കുടിൽ ചന്തങ്ങൾ, എവിടെ നിന്നും കംസതീരം കടക്കാൻ നീ കടൽ തീണ്ടി, എവിടെ നിന്റെ ഗോപപാലർ ഗോപർ ഗോപികമാർ. ഒരു സ്ലേറ്റും മഷിത്തണ്ടും കാത്തു കാത്തു കിടപ്പുണ്ടെന്നറിഞ്ഞോ നീ, അറിഞ്ഞിട്ടും കളിയാടുന്നോ. കണ്ട സ്വപ്നങ്ങൾ മറന്നു കണ്ണുറങ്ങുന്നോ, കേട്ട പാട്ടങ്ങകന്നേ പോയി കാതുറങ്ങുന്നോ. കുങ്കുമ കുഞ്ഞുമ്മ മാഞ്ഞു കവിളുറങ്ങുന്നോ, പാൽമധുരം മറന്നരുമ ചുണ്ടുറങ്ങുന്നോ. തിരകൾ തഴുകെ കിലുങ്ങുന്ന തളക്കൈകൾ മയങ്ങുന്നോ, ഉറക്കം നടിച്ചു വെറുതെ കളിയാടുന്നോ. പെണ്ണിനും പൊന്നിനും പിന്നെ മണ്ണിനും എണ്ണയ്ക്കുമായി കണ്ണുനീരിൻ കടൽ തീർത്തു പുതിയ പെരുമാക്കൾ. ജാതികൾ തമ്മിൽ പിണക്കി ജാതവേദങ്ങൾ തിരുത്തി ജാര സാമ്രാജ്യം വളർത്തി പുതിയ പെരുമാക്കൾ. എന്തു വാങ്ങണം, എന്തു തിന്നണം, എന്തു വസ്ത്രം ധരിക്കണം എന്നു ചൊല്ലി പിണക്കുന്നു പുതിയ പെരുമാക്കൾ. ഉറങ്ങൂ പൊൻകുരുന്നേ ഈ കാളരാത്രി കാലമാകെ, പുലർകാലം വരും നേരം ചായുണർന്നിടാം. കുഞ്ഞു കാറ്റേ കുളിർ കാറ്റ് എൻ്റെ കണ്ണീർ വാക്കൊരൽപ്പം കുഞ്ഞു കാതിൽ ചൊല്ലി എന്നെ ധന്യനാക്കേണേ എന്നാണ് നമ്മുടെ ഹൃദയത്തിലൂടെ എങ്ങനെ ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ ശരിക്കും കടന്നു പോവുകയാണ്. യുദ്ധവും പലായനവും എന്ന് പറയുന്നതാണ് വർത്തമാനകാലത്തിന്റെ ഒരു വലിയ ഒരു ദുരന്തമായി വരുന്നത്. തൊഴിലില്ലായ്മ, അരാജകത്വം, മതവർഗീയത, ഭീകരത, പിന്നെ ഫാസിസം, യുദ്ധം, പലായനം, ഇതൊക്കെയാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്ന ദുരന്തങ്ങൾ എന്നുള്ളതാണ്. ഈ കവിതയുടെ വിഷയം സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ മനുഷ്യസ്പർശിയായ സാധനങ്ങൾക്ക് പ്രത്യേക ഫോക്കസ് കൊടുക്കുക. അങ്ങനെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്ന ആ ഒരു വിഷയം നമ്മൾ അങ്ങ് അറിയാതെ വന്നു പോകുന്നത്. ഒരു വിഷയം സ്പർശിക്കുമ്പോൾ അതങ്ങനെ എഴുതി പോകുന്നു. ബഗ്ദാദിനെ കുറിച്ചൊക്കെ എഴുതിയ കവിത ആ കാലഘട്ടത്തിലെ ആ ഒരു അവസ്ഥയാണ്. അത് 2 വരി. ബഗ്ദാദ് യുദ്ധ കൊതിയന്മാരോടുള്ള ഒരു മുന്നറിയിപ്പാണ്. മണല് കരിഞ്ഞു പറക്കും നെന്ത്രക്കാക്ക മലർന്നു പറക്കുന്നു, താഴെ തൊടിയിൽ തല കീറിച്ചുടു ചോരയൊലിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബിക് കഥയിലെ ബാഗ്ദാദ്.
ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്. ഈ കവിത എഴുതുമ്പോ തന്നെ അതിന്റെ ഒരു പ്രാസവും ഇതിന്റെ ഒരു ആലാപന ശൈലി നോക്കാറുണ്ട്. നൈസർഗ്യമായി സംഭവിക്കുന്നത് അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല. അത് ഇങ്ങനെ കിട്ടിയ എല്ലാ കവികളും ഇങ്ങനെ ഒരു ആലാപനത്തില് ഉള്ളവരായിരിക്കും. അതായത് കവികൾ തന്നെ ആലപിക്കണമെന്ന് നിർബന്ധമില്ല. കവികൾ ആലപിക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. വേറെ ആരെങ്കിലും ആലപിക്കുന്ന ഒരു സൗന്ദര്യം അതിന് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ചങ്ങമ്പുഴയൊക്കെ വളരെ മോശമായിട്ട് ആലപിക്കുന്ന കവി. ചങ്ങമ്പുഴ കവിതകൾ അങ്ങനെ അല്ലല്ലോ. അപ്പൊ അത് ആലപിക്കപ്പെടുക തന്നെ ചെയ്യും. അതൊരു വേറെയാണ്. എന്നാൽ നമ്മളെ പുതിയ ഇപ്പം കലോത്സവത്തിലൊക്കെ വരുന്ന കുട്ടികളോട് എഴുത്തുകാരോട് എനിക്ക് പറയാനുള്ളത്, അവർ കണ്ണ് തുറന്നു വെച്ചേക്കണം എപ്പോഴും. അവർ സമൂഹത്തിന്റെ ഭാഗമാണ് എന്നുള്ളത്. അവർ അന്തസംഘർഷങ്ങളെ കുറിച്ച് മാത്രം ആത്മരതിക്ക് വേണ്ടി മാത്രമല്ല എഴുതേണ്ടത്. അവർ ഈ സമൂഹത്തിലേക്ക് തുറന്നു നോക്കുന്ന ജാലകങ്ങളായി അവരെ കണ്ണുകളെ മാറ്റണം. അവർക്ക് ഉൾക്കണ്ണുണ്ടാകണം. ആ ഉൾക്കണ്ടുകൊണ്ട് നാളെ സംഭവിക്കാൻ പോകുന്ന പ്രതിസന്ധികളെ ഇപ്പോഴേ മനസ്സിലാക്കുകയും അതിന് പരിഹാരം എന്ന നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ മുന്നറിയിപ്പ് നൽകാൻ ഉള്ളവരെ അറിയിക്കേണ്ട ഒരു ചുമതലയുണ്ട് എന്ന ബോധത്തോടുകൂടി സർഗാത്മക പ്രക്രിയയിൽ ഏർപ്പെടണമെന്നുള്ള അഭിപ്രായം മാത്രമാണ്. അപ്പോൾ വളരെ നന്ദി. ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.